ഇന്ന് ഈ 2 റോബസ്റ്റ് പഴം വെച്ചിട്ട് ബനാന ബ്രെഡാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഇനി കുറച്ച് പേര് വന്നിട്ട് പറയും ഇത് ബ്രെഡല്ല ഇത് കേക്കാണ്. ഓ, നിങ്ങൾക്ക് അങ്ങനെയും പറയാം. ഇനി എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് പഴം ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 3/4 ഗ്ലാസോളം എടുത്തിട്ടുണ്ട്. ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇനി ഇത് നമ്മൾ നേരത്തെ ഉടച്ച് വെച്ചിട്ടുള്ള പഴത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ പറയുന്ന അളവൊക്കെ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് ഓയിലും കൂടി ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 സ്പൂൺ വനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് 1 ഗ്ലാസ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കൂടി ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സിലേക്ക് കുറേശ്ശെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മൈദ ഇട്ട് കൊടുത്തിട്ട് സ്പീഡിൽ അടിച്ചിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് പതുക്കെ വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി കുറച്ച് ആർഭാടത്തിനൊക്കെ വേണമെങ്കിൽ ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഇനി നിങ്ങൾക്കിത് സെറ്റ് ചെയ്തെടുക്കേണ്ട പാത്രത്തിൽ കുറച്ച് ഓയിലൊക്കെ ഒന്ന് തടവി കൊടുത്തിട്ടാകുമ്പോൾ നമ്മൾ ബാറ്റർ അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി എയർ ബബിൾസ് ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ പാത്രം ജസ്റ്റ് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. ഞാനിത് ആവിയിൽ വെച്ചിട്ടാട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇടിയപ്പത്തിൻ്റെ പാത്രമാട്ടോ എടുത്തിട്ടുള്ളത്. തായിൽ വെച്ച വെള്ളമൊക്കെ തിളച്ചതിന് ശേഷമാണ് നമ്മൾ ബാറ്റർ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ വെച്ചിട്ട് ഒരു 30 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇനി ആവിയൊക്കെ പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ വെയിറ്റുള്ള എന്തെങ്കിലും അതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുക്കുക. ഒരു 30 മിനിറ്റൊക്കെ ആയപ്പോൾ ഞാനൊരു ഫോർക്ക് വെച്ചിട്ട് കുത്തി കൊടുക്കുന്നുണ്ട്. നല്ല സ്മൂത്തായിട്ടൊന്ന് കുത്തിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി ചൂടൊക്കെ പോയി കഴിയുമ്പോൾ അതിൻ്റെ സൈഡൊക്കെ നമുക്കൊന്ന് ഇളകി കിട്ടും. അപ്പം നമ്മുടെ ബനാന ബ്രെഡ് ഇവിടെ സെറ്റായിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ല, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ്. അപ്പം ഇനി നിങ്ങൾക്ക് അടുത്ത് എന്ത് റെസിപ്പിയാണ് വേണ്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നേക്ക് അത്രയേ ഉള്ളൂ. ബായ്.